മാർക്കോ എന്ന ചിത്രത്തിൻ്റെ വീരഗാഥകളും റെക്കോർഡുകളും പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ. ഓരോ ദിവസവും പുതിയ പുതിയ ഏരിയകളിലും ചരിത്രത്തിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ. അതെന്താണെന്നല്ല അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഴ്ച തന്നെ കൊറിയയിൽ എത്തുകയാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം. ഉണ്ണിമുകുന്ദൻ FBയിൽ കുറിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ റിലീസാണ് ഈ ഒരു സിനിമയ്ക്ക് കൊറിയയിൽ കിട്ടിയിരിക്കുന്നത് എന്ന്. ഇന്നലെ ചിത്രത്തിൻ്റെ തെലുങ്ക് വേർഷൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ലൊരു സ്വീകാര്യതയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ എങ്ങനെ ഈ ഒരു സിനിമ പോകുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇന്ന് ഹൈദരാബാദിലെ 3 മാറ്റിനി ഷോയുടെ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, വ്യാഴാഴ്ചയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉച്ചക്കത്തെ പകൽ ഷോകൾക്ക് പോലും അവിടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം മാർക്കോ എന്ന ചിത്രത്തിൻ്റെത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഇത് അവിടുത്തെ ഒരു സൂപ്പർ താരത്തിൻ്റെ മൂവിയല്ല, ഇതൊരു തെലുങ്ക് മൂവിയല്ല. മലയാളത്തിൽ നിന്നും ഡബ് ചെയ്ത് അവിടെ റെക്കോർഡ് തിയേറ്ററിൽ ഏകദേശം 300ഓളം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ആ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് രണ്ടാമത്തെ ദിവസം കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ മാർക്കോ 100 കോടി നേടാതെ കളം വിടില്ല എന്നാണ് നമുക്ക് ചിത്രത്തിൻ്റെ ഓരോ ദിവസവും കഴിയും തോറും പറയാനുള്ളത്. കൂടുതൽ ഏരിയാസിലേക്ക് വേൾഡ് വൈഡ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ അവേഴ്സിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 3000ൻ്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ബുക്കിങ്ങിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ മുതൽ അത് ഫുൾ സിങ്കിലേക്ക് ഓൺ ആവും. നാളെ ചിത്രത്തിൻ്റെ തമിഴ് വേർഷൻ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഹിന്ദിയിലും തെലുങ്കിലൊക്കെ നേടിയ പോലെ ഒരു പോസിറ്റീവ് റിവ്യൂ ആണ് തമിഴിൽ മാർക്കോ എന്ന ചിത്രത്തിന് കിട്ടിയാൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ആ ഒരു ഏരിയയിൽ നിന്നും സിനിമയ്ക്ക് നേടാൻ വേണ്ടി സാധിക്കും. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മലയാള വേർഷൻ കൊണ്ട് മാത്രം 60 കോടിയോളം രൂപയാണ് ആ ഒരു ചിത്രം അവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു മലയാള സിനിമ ആയിരുന്നെങ്കിലും അത് അവരുടെ നാട്ടിൽ സംഭവിച്ച ഒരു കഥയാണ്. അതിൽ കൂടുതൽ ആളുകളും തമിഴാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് വേർഷൻ്റെ ആവശ്യമില്ല. ഇവിടെ മാർക്കോ എന്ന സിനിമ ഫുൾ വയലൻസ് സിനിമയാണ്, ഒരു സിനിമയാണ്. എന്നിട്ടും നല്ല രീതിയിലുള്ള കളക്ഷൻ ഹിന്ദിയിൽ നിന്നും അതുപോലെ തെലുങ്കിൽ നിന്നും എല്ലാം സിനിമ നേടി. അതുപോലെ ഈ ഒരു ചിത്രം തമിഴ്നാട്ടിൽ നിന്നും നേടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നാളെ ചിത്രത്തിൻ്റെ കൂടുതൽ റിവ്യൂസും കാര്യങ്ങളെല്ലാം എത്തപ്പെട്ടാൽ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, ബൈ.